നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ ശ്രമിച്ചതിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന് ഉത്സാഹമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബഹളത്തിനൊടുവിൽ പിരിഞ്ഞ സഭ ഇനി ചൊവ്വാഴ്ചയെ സമ്മേളിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സഭാ സമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. സഭാരംഭത്തിൽ തന്നെ അതാണ് കണ്ടത്. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. നോട്ടീസ് പോലും നൽകാതെ നേരിട്ട് സഭ സമീപിക്കുന്നതിലേക്ക് പോകുന്നത് ഭീരുത്വമാണെന്നായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനം. ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശബരിമല വിഷയത്തിൽ ഇനി പ്രതിരോധത്തിലേക്ക് പോകരുതെന്ന് നിശ്ചയിച്ചുറപ്പിച്ചായിരുന്നു ഭരണപക്ഷം. സ്വർണ്ണക്കൊള്ളയിലെ പാരഡിപ്പാട്ടിനെ ബദൽപ്പാട്ട് പാടിയും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ആരോപണത്തിലേക്ക് വലിച്ചിട്ടും ഭരണപക്ഷം തിരിച്ചടിക്കാൻ ശ്രമിച്ചു. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കൊട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ബഹളത്തിനിടയിലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിച്ചു. നോട്ടീസ് നൽകാതെയുള്ള പ്രതിഷേധം മാതൃകാപരമല്ലെന്ന് സ്പീക്കറും നിലപാടെടുത്തു. ബഹളം പരിധിവിട്ടതോടെ നാളത്തെ സമ്മേളനം റദ്ദാക്കി സഭ പിരിയാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്പീക്കർ അംഗീകരിച്ചതോടെ സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞാൽ പ്രകടനമായി പ്രതിപക്ഷം പുറത്തേക്ക് വരുന്ന പതിവ് തെറ്റിച്ച് ഭരണപക്ഷം ആദ്യം പുറത്തെത്തി. പിന്നാലെ പ്രതിപക്ഷവും സഭയ്ക്ക് പുറത്തേക്ക് വന്നു. സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് സഭ അടിച്ചു തകർത്തവരിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ക്ലാസ് വേണ്ടെന്നും തിരിച്ചടിച്ചു. എന്താണെന്ന് മന്ത്രി MP രാജേഷും വി ശിവൻകുട്ടി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് 2 മന്ത്രിമാർ സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ് സ്വർണ്ണക്കേസ് അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത്. നന്ദി പ്രമേയ ചർച്ചയുടെ ആദ്യ 2 ദിവസവും വെട്ടിച്ചുരുക്കിയെ തുടർന്ന് ഇനി ചൊവ്വാഴ്ചയെ സഭ സമ്മേളിക്കൂ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.